കളിമൈതാനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് മത്സരങ്ങൾക്ക് മാത്രമല്ല, പലപ്പോഴും നിലപാടുകളുടെയും പ്രതിഷേധത്തിന്റെയും കൂടി വേദികളായി ഇവ മാറാറുണ്ട്. ആ പ്രതിഷേധങ്ങൾ തീത്തുപ്പുന്ന തോക്കുകളെക്കാളും മൂർച്ചയേറിയ വാക്കുകളെക്കാളും ശക്തിയുള്ളതാവും. മുഖ്യധാര മാധ്യമങ്ങൾക്ക് പോലും ചർച്ചയാക്കാനാവാത്ത കാര്യങ്ങളിലേക്ക് അവ ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കും. ഭരണാധികാരികൾക്കും രാഷ്ട്രത്തലവന്മാർക്കും ചെയ്യാനാവാത്ത കാര്യങ്ങൾ അവർ ചെയ്തു കാണിക്കും. ഒടുവിൽ അവയോരോന്നും ചരിത്രത്താളുകളിൽ മായാതെ തന്നെ ഇടം പിടിക്കും. ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഗസയിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് യൂറോപ്യൻ ടീമുകളായ ഇറ്റലിയും നോർവേയും. ഫലസ്തീനിലെ മാനുഷിക ദുരിതങ്ങളിൽ ഇനിയും നിസ്സംഗത പാലിക്കാനില്ലെന്ന കായിക ലോകത്തിന്റെ പ്രഖ്യാപനം കൂടിയാണിത്. കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന ഇറ്റലിയും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം. മത്സരത്തിന് മുന്നോടിയായി ഇസ്രായേൽ ദേശീയ ഗാനം ഉയർന്നപ്പോൾ ഗാലറിയിലെ ആരാധകർ ഗ്രൗണ്ടിൽ നിന്നും മുഖം തിരിഞ്ഞു നിന്നു. കൂടാതെ സ്റ്റോപ്പ് എന്നെഴുതിയ ബോർഡ് ഉയർത്തി ലോകത്തിന്റെ പ്രതിഷേധം ഇസ്രായേലിനോടായി അറിയിക്കുകയും ചെയ്തു. ഇതാദ്യമായല്ല ഇറ്റാലിയൻ ആരാധകർ ഗാലറിയെ ഇസ്രായേലിന്റെ യുദ്ധവെറിക്കെതിരായ പ്രതിഷേധവേദിയാക്കി മാറ്റുന്നത്. ഒരു വർഷം മുമ്പ് ബുഡാപെസ്റ്റിൽ നടന്ന നാഷൻസ് ലീഗ് മത്സരത്തിലും ഇസ്രായേൽ ദേശീയ ഗാനം ഉയരുമ്പോൾ പുറം തിരിഞ്ഞു നിന്നവർ പ്രതിഷേധിച്ചു. സ്റ്റേഡിയം അനൗൺസർ ഇസ്രായേൽ ഇസ്രായേൽ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ കൂവലോടെയായിരുന്നു കാണികളുടെ പ്രതികരണം. ലോകത്തിന്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെയും അഭ്യർത്ഥന തള്ളി ഗസയിലെ വംശഹത്യ തുടരുന്ന ഇസ്രായേലിനെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കണമെന്നാവശ്യപ്പെട്ട് ഇറ്റാലിയൻ കോച്ചുമാരുടെ അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. യുക്രൈനിലെ അധിനിവേശത്തിന്റെ പേരിൽ റഷ്യയെ വിലക്കിയ അതേ മാതൃകയിൽ ഇസ്രായേലിനെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. മത്സരത്തിൽ ഇറ്റലി ഇസ്രായേലിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലുമായി അടുത്ത മത്സരം കളിക്കാനിരിക്കുന്ന നോർവേയും ഇതോടെ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട്. ഒക്ടോബർ 11 നടക്കാനിരിക്കുന്ന ഇസ്രായേലിനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ നിന്നുള്ള മുഴുവൻ ലാഭവും ഗസയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യുമെന്നാണ് നോർവീജിയൻ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിട്ടുള്ളത്. ഒക്ടോബർ 11 ഓസ്ലോയിൽ വെച്ചാണ് നോർവേയും ഇസ്രായേലും തമ്മിലുള്ള മത്സരം. ഈ മത്സരത്തിലെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം ഗസയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾക്ക് കൈമാറാനാണ് നോർവേയുടെ തീരുമാനം. ഗസയിലെ സാധാരണ ജനങ്ങൾ ഏറെക്കാലമായി അനുഭവിക്കുന്ന മാനുഷിക ദുരിതങ്ങളെയും ആക്രമണങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. ഗസയിലെ ജീവനുകൾ രക്ഷിക്കുകയും അടിയന്തര സഹായം നൽകുകയും ചെയ്യുന്ന ഒരു മാനുഷിക സംഘടനയ്ക്ക് ഈ വരുമാനം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നോർവീജിയൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ലിസ് ക്ലാവേനസ് പ്രസ്താവനയിൽ പറഞ്ഞു. ലോക മനസാക്ഷിയെ കുത്തിനോവിക്കുന്ന ഇസ്രായേലിന്റെ നരനായാട്ടിനെതിരെ കായിക ലോകം വാചാലമായിരിക്കുന്നു. അനീതിക്കെതിരെ നീതിയുടെ ശബ്ദമായി, അധർമ്മത്തിനെതിരെ ധർമ്മസമരത്തിന്റെ വക്താക്കളായി, അസഹിഷ്ണുതക്കെതിരെ സമരമുദ്രാവാക്യങ്ങളുമായി മൈതാനങ്ങൾ ഇനിയും ഉണരും. അങ്ങനെ അനേകം വിപ്ലവങ്ങൾക്ക് കളിഭൂമി ഇനിയുമേറെ സാക്ഷിയാകും.